Hi, hello, my dear students. My dear children, we are starting part 3 class of our chapter 13 Building New Nations. പ്രിയപ്പെട്ട കുട്ടികളെ, ബിൽഡിംഗ് ന്യൂ നേഷൻസ് എന്ന നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ അതിൻ്റെ തേർഡ് ക്ലാസ്സാണ് നമ്മൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി നടത്തുന്നത്. നമ്മുടെ പാർട്ട് 1, പാർട്ട് 2 വീഡിയോകൾ നിങ്ങൾ കാണുക. അത് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ആയിരുന്നു. അമേരിക്ക എങ്ങനെ ബിൽഡ് ചെയ്തു, അത് നമുക്ക് 2 വീഡിയോകൾ അതിനുവേണ്ടി ടീച്ചർ നമ്മുടെ സോഷ്യൽ സയൻസ് ട്യൂട്ടർ ചാനലിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. നിങ്ങളത് വ്യൂ ചെയ്യണം. ഇത് നമ്മൾ റഷ്യ പഠിക്കാൻ പോവുകയാണ്. എങ്ങനെയാണ് USSR എന്ന പവർഫുള്ളായിട്ടുള്ള ഒരു രാജ്യത്തിൻ്റെ നിർമ്മാണം, അത് എങ്ങനെയാണ് ഫോം ചെയ്തത്, അതാണ് നമ്മൾ ഇനി പഠിക്കുന്നത്. അപ്പോൾ 2 പാർട്ടുകൾ ആ ഒരു രാജ്യത്തിന് വേണ്ടി നമുക്ക് വേണ്ടി വരും. പാർട്ട് 3 ആൻഡ് പാർട്ട് 4. അപ്പോൾ ഈ രണ്ടും നമ്മുടെ റഷ്യ ഓർ USSR ആ ഒരു വലിയ രാജ്യത്തിൻ്റെ, നമ്മൾ കണ്ടു ടോപ്പായിട്ടുള്ള രാജ്യമാണ് അമേരിക്ക അല്ലേ. ഏറ്റവും ടോപ്പ് രാജ്യമായ അമേരിക്ക എങ്ങനെയാണ് ഉണ്ടായത്, അതിൻ്റെ ബിൽഡിങ്ങിനെ സംബന്ധിച്ചുള്ള കംപ്ലീറ്റ് ഹിസ്റ്ററി നമ്മൾ പഠിച്ചു. അതേപോലെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് റഷ്യ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ കാണുന്ന പിക്ചർ USSR രൂപീകരിച്ചതിന് ശേഷം അവരുടെ ഏറ്റവും ടോപ്പ് ലീഡർ വ്ളാഡിമിർ ലെനിൻ അവിടുത്തെ റഷ്യക്കാരോട് സംസാരിക്കുന്ന ഒരു പിക്ചറാണ് നിങ്ങളെ കാണുന്നത്. ഓക്കെ, അപ്പോൾ വ്ളാഡിമിർ ലെനിൻ റഷ്യൻ ചരിത്രത്തിലെ ഏറ്റവും ടോപ്പ് ലീഡറാണ്. അപ്പോൾ അദ്ദേഹത്തെ നിങ്ങളൊന്ന് കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഹിസ്റ്ററിയാണ് ടീച്ചർ പഠിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു പിക്ചറിൽ തന്നിട്ട് നിങ്ങളെ ആ ഹിസ്റ്ററിയിലേക്ക് കൊണ്ടുപോകാം എന്ന് വിചാരിക്കുന്നു. ഓക്കെ, റഷ്യൻ റവല്യൂഷൻ്റെ റീസൺസ് നമുക്കൊന്ന് പഠിക്കാം. എന്തുകൊണ്ടാണ് റഷ്യ പോലെ ഒരു രാജ്യത്ത് ഇങ്ങനെയൊരു വിപ്ലവം ഉണ്ടായത്, എന്തായിരുന്നു അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, ഓക്കെ, എന്താണ് അതിൻ്റെ റീസൺസ്, വാട്ട് വെയർ ദ റീസൺസ് ഫോർ റഷ്യൻ റവല്യൂഷൻ. ദർ ആർ സോ മെനി റീസൺസ്, social reasons, political reasons, administrative reasons. There are so many reasons behind the revolution in Russia. First reason, autocratic rule of Tsar. Tsar, it was the name of the rulers or the emperors of Russia. Tsar emperors. For Tsar Nicholas I, Sir Nicholas II, that sort of names for their emperors. Autocratic rule of Tsar. Autocratic means സ്വേച്ഛാധിപത്യം. മലയാളത്തിൽ പറഞ്ഞാൽ സ്വേച്ഛാധിപത്യം, തന്നിഷ്ടപ്രകാരം ഭരിക്കുന്നതിനാണ് പറയുക ഓട്ടോക്രാറ്റിക് റൂൾ. സോ ദ ഫസ്റ്റ് റീസൺ ഫോർ റഷ്യൻ റെവല്യൂഷൻ വാസ് ദ ഓട്ടോക്രാറ്റിക് റൂൾ ഓഫ് Tsar. The emperors Tsar, they were autocratic, they were extravagant, and they ruled the country in their own interest. They work for the satisfaction of their interest, not the interest of the people, not the welfare of the people. They seek the welfare of themselves. Okay, then the second reason was miserable conditions of workers and peasants. Workers and peasants, they were the majority people in Russia. The majority were workers or peasants. But the conditions of workers and peasants, the majority people in Russia, were very miserable condition. They lived a poor life. They were in utter misery and poverty. Okay, workers, their problems. Peasants, they have so many problems, a lot of problems. Then the third reason, inequality in the society. There was no equality in the society. Economic inequality, political inequality, all sort of inequality existed in the society in Russia. So this inequality, that was the third reason for Russian Revolution. Okay, then the domination exploitation of foreign capitalists
ഫോറിൻ ക്യാപിറ്റലിസ്റ്റ് ദേ ഇൻവെസ്റ്റ് മണി ഇൻ റഷ്യ. ആരാണ് ഈ ക്യാപിറ്റലിസ്റ്റ് എന്ന് പറയുന്നത്? മറ്റു യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നൊക്കെയുള്ള പണം മുടക്കി ഏതെങ്കിലുമൊക്കെ വ്യവസായം തുടങ്ങുന്ന, ഫാക്ടറികൾ സ്റ്റാർട്ട് ചെയ്യുന്ന എൻട്രപ്രനേഴ്സിനെയാണ് നമ്മൾ ക്യാപിറ്റലിസ്റ്റുകൾ എന്ന് പറയുന്നത്. മലയാളത്തിൽ അതിനെ മുതലാളിമാർ, അല്ലേ, മുതലാളിമാരെന്ന് പറയും, ക്യാപിറ്റലിസ്റ്റ്. ദേ വെർ ഫോറിനേഴ്സ്. ദിസ് എംപറേഴ്സ്, ദിസ് ആർ എംപറേഴ്സ്, they allow the foreign capitalists to start so many factories in Russia. So they exploit the workers in their factories. They gave low wages, long working hours, so many exploitation. So the foreign capitalists and their domination and exploitation was the reason for Russian Revolution. Okay. The formation of trade unions and political awareness among workers. The workers of Russia, they start so many trade unions and they were politically aware about the miserable conditions of these peasants and workers in Russia. Okay. Then, the last reason, the influence of ideas shared by writers and philosophers. Philosophers like Karl Marx, Friedrich Engels, and writers like Leo Tolstoy. All these writers and philosophers, they influenced the people of Russia, especially workers and peasants. ഇപ്പോൾ ഈ ലിയോ ടോൾസ്റ്റോയെ പോലെയുള്ള ധാരാളം റൈറ്റേഴ്സ് ഉള്ള ഒരു രാജ്യമായിരുന്നു റഷ്യ. അതുപോലെ തന്നെ കാൾ മാർക്സ് ഒക്കെ പോലെയുള്ള വലിയ ഫിലോസഫേഴ്സ്, അവരുടെ ബുക്സ്, അവരുടെ റൈറ്റിങ്സ് എല്ലാം റഷ്യക്കാരെ സ്വാധീനിച്ചു, പ്രത്യേകിച്ച് റഷ്യയിലെ വർക്കേഴ്സിനെയും പെസൻസിനെയും. അങ്ങനെ അവരുടെ ഐഡിയയിൽ ഇൻഫ്ലുവൻസ് ആയിട്ട് ഒരു റെവല്യൂഷൻ അവിടെ ഉണ്ടായി. ഓക്കെ, അപ്പം റഷ്യൻ റെവല്യൂഷന് അവിടുത്തെ ഇൻഇക്വാളിറ്റി, വർക്കേഴ്സിൻ്റെയും പെസൻസിൻ്റെയും മിസറബിൾ കണ്ടീഷൻ, ഓട്ടോക്രാറ്റിക് റൂൾ ഓഫ് സാർ, ഡോമിനേഷൻ ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ഫോറിൻ ക്യാപിറ്റലിസ്റ്റ് ആൻഡ് ഫോർമേഷൻ ഓഫ് ട്രേഡ് യൂണിയൻസ് ആൻഡ് പൊളിറ്റിക്കൽ അവെയർനെസ് എമംഗ് ദ വർക്കേഴ്സ് വേർ ഓൾ ദ റീസൺസ് ഫോർ റഷ്യൻ റെവല്യൂഷൻ. നമുക്ക് ഈ ഓരോ റീസൺസിനെയും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ പഠിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് അതിലേക്ക് പോകാം. പ്രിപ്പയർ എ നോട്ട് ഓൺ ബ്ലഡി സൺഡേ. അപ്പോൾ സാർ ചക്രവർത്തിമാരെ, സാർ എംബറേഴ്സ് എത്രമാത്രം ഓട്ടോക്രാറ്റിക് ആയിരുന്നു, എത്രമാത്രം ജനങ്ങൾക്കെതിരായിരുന്നു എന്ന് കാണിക്കുന്ന, അല്ലെങ്കിൽ അത് പ്രൂവ് ചെയ്യുന്ന ഒരു ഇവൻ്റ് ആയിരുന്നു, ഒരു മസാക്കറായിരുന്നു ബ്ലഡി സൺഡേ. ഒരു കൂട്ടക്കൊലയായിരുന്നു ആ ബ്ലഡി സൺഡേ എന്ന ആ പർട്ടിക്കുലർ സൺഡേ നടന്നത്. അതുകൊണ്ടാണ് ആ സൺഡേയുടെ പേര് തന്നെ ബ്ലഡി സൺഡേ. ജാനുവരി 22, 1905. അപ്പം നമ്മൾ പഠിച്ച് തീർന്ന, അതായത് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് 18th സെഞ്ച്വറിയിലായിരുന്നു, അല്ലേ. 1783 ആണ്, അല്ലെങ്കിൽ 81, 83, ആ 1783 ഏകദേശം ഒരു 100 എബോവ്, അല്ലേ, 100 ആൻഡ് എബോവ് ഇയേഴ്സ് ശേഷം നടന്ന 19th സെഞ്ച്വറിയിൽ നടന്ന റെവല്യൂഷനാണ് റഷ്യൻ റെവല്യൂഷൻ. അപ്പം 1905 ഈ ബ്ലഡി സൺഡേ നടക്കുന്നത്, ജാനുവരി 22. എന്താണ് ബ്ലഡി സൺഡേ? നമുക്കതിനെപ്പറ്റി ഒന്ന് പഠിക്കാം. ദ ഓട്ടോക്രാറ്റിക് റൂളേഴ്സ് ഹു റൂൾഡ് റഷ്യ വെയർ നോൺ ആസ് സാർ. ടി എന്ന് പറയുന്ന ആ ലെറ്റർ നിങ്ങൾ പ്രൊനൗൺസ് ചെയ്യേണ്ട, നമ്മളത് വായിക്കേണ്ടത് സാർ. ദ ഓട്ടോക്രാറ്റിക് റൂളേഴ്സ് who ruled Russia were known as Tsar. Agitated with the miserable working conditions, the economic depression and the ongoing war with Japan, the people led by Father Gapan marched to St. Petersburg. St. Petersburg, നമ്മൾ റഷ്യൻ റെവല്യൂഷൻ പഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഓർത്തു വയ്ക്കേണ്ട അവരുടെ പ്രധാനപ്പെട്ട സിറ്റിയാണ് സെൻറ്റ് പീറ്റേഴ്സ്ബർഗ്. അത് ക്യാപിറ്റൽ സിറ്റി ആയിരുന്നു. സാർ ചക്രവർത്തിമാരുടെ ക്യാപിറ്റൽ സിറ്റിയുടെ പേരാണ് സെൻറ്റ് പീറ്റേഴ്സ്ബർഗ്. ഈ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിലേക്ക് ഫാദർ ഗാപ്പൻ്റെ നേതൃത്വത്തിൽ ഒരു എ ലോട്ട് ഓഫ് പീപ്പിൾ, എ ക്രൗഡ് മാർച്ച്ഡ്. What was the reason for this march? They were agitated because of the miserable working conditions, the economic depression and the ongoing war with Japan.
അപ്പോൾ വളരെ ഇക്കണോമിക് ഡിപ്രഷൻ അനുഭവിക്കുന്ന ഒരു രാജ്യമായിരുന്നു അന്ന് റഷ്യ. അതുപോലെ തന്നെ വർക്കിംഗ് കണ്ടീഷൻസും വർക്കേഴ്സിൻ്റെ ലൈഫും വളരെ മിസറബിൾ ആയിരുന്നു. സോ ദ ലൈഫ് ഓഫ് വർക്കേഴ്സ് വെയർ വെരി മിസറബിൾ ആൻഡ് ദെയർ വർക്കിംഗ് കണ്ടീഷൻസ് വെയർ ഓൾസോ വെരി മിസറബിൾ. ദിസ് മിസറബിൾ വർക്കിംഗ് കണ്ടീഷൻസ്, ദ ഇക്കണോമിക് ഡിപ്രഷൻ ആൻഡ് ദ ഓൺഗോയിങ്, ഇതൊക്കെ ആണെങ്കിലും സർ നിക്കോളാസ് സെക്കൻഡ് he was war with Japan. He started a war with Japan. So this ongoing war with Japan, because of all these reasons, would happen. The people, a crowd led by Father Gappen, marched to St. Petersburg. They were intended to present a petition to Tsar Nicholas II requesting economic and political reforms. Nicholas 11 എന്നല്ല വായിക്കേണ്ടത്, നിക്കോളാസ് സെക്കൻഡ്. ഓക്കെ, നിക്കോളാസ് രണ്ടാമൻ, നിക്കോളാസ് സെക്കൻഡ്. സാർ നിക്കോളാസ് സെക്കൻഡിനെ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്യുക എന്നുള്ളതായിരുന്നു അവരുടെ ഇൻറ്റൻഷൻ. ഈ മാർച്ചിൻ്റെ ഇൻറ്റൻഷൻ അതായിരുന്നു. ദേ വെർ ഇൻറ്റൻഡഡ് ടു പ്രസൻറ്റ് എ പെറ്റീഷൻ, ടു സബ്മിറ്റ് എ പെറ്റീഷൻ ടു സാർ നിക്കോളാസ് സെക്കൻഡ് റിക്വസ്റ്റിംഗ് ഇക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ റീഫോംസ്. ഇക്കണോമിക് റീഫോംസ് വേണം, ഇവിടെ ഡിപ്രഷനാണ്, പൊളിറ്റിക്കൽ റീഫോംസ് വേണം, ജപ്പാനുമായിട്ടുള്ള ഈ വാറ് സ്റ്റോപ്പ് ചെയ്യണം, ഇങ്ങനെ കുറേ ആവശ്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഒരു പെറ്റീഷൻ തയ്യാറാക്കി ആ പെറ്റീഷൻ സർ നിക്കോളാസ് സെക്കൻഡിന് പ്രസൻറ്റ് ചെയ്യുക, അദ്ദേഹത്തിന് സബ്മിറ്റ് ചെയ്യുക എന്നതായിരുന്നു ഈ ക്രൗഡിൻ്റെ ഇൻറ്റൻഷൻ. ഓക്കെ, ദ ആർമി ഓപ്പൺ ഫയർ ഓൺ ദ പ്രൊട്ടസ്റ്റേഴ്സ്, കില്ലിംഗ് ഓവർ 100 വർക്കേഴ്സ്. ബട്ട് ദ ആർമി ഓഫ് നിക്കോളാസ് സെക്കൻഡ്, ദ സാർ, ഓപ്പൺ ഫയർ ഓൺ ദ പ്രൊട്ടസ്റ്റേഴ്സ്. ഈ അജിറ്റേറ്റ് ചെയ്യുന്ന ആളുകളുടെ മേൽ അവരെ ഫയർ ഓപ്പൺ ചെയ്യുകയും അവരെ വെടിവെക്കാൻ ആരംഭിക്കുകയും അങ്ങനെ ഹൺഡ്രഡ്സ് ഓഫ് പീപ്പിൾ കൊല്ലപ്പെടുകയും ചെയ്തു. ഓക്കെ, ഈ മസാക്കറാണ്, സെൻറ്റ് പീറ്റേഴ്സ്ബർഗിൽ നടന്ന ഈ മസാക്കറാണ് ബ്ലഡി സൺഡേ എന്നറിയപ്പെടുക. അന്നൊരു സൺഡേ ആയിരുന്നു, ജാനുവരി 22, 1905 എന്ന് പറയുന്ന സൺഡേ ആയിരുന്നു. അതുകൊണ്ട് ചരിത്രകാരന്മാരെ, നമ്മുടെ ഹിസ്റ്റോറിയൻസ് ആ ഒരു മസാക്കറിന് കൊടുത്തിരിക്കുന്ന പേരാണ് ബ്ലഡി സൺഡേ. അപ്പോൾ ബ്ലഡി സൺഡേയുടെ ആൻസർ എഴുതുമ്പോൾ നമ്മൾ എന്തൊക്കെ എഴുതണം? അത് എവിടെ നടന്നു, എന്ന് നടന്നു, എന്തായിരുന്നു അവിടെ സംഭവിച്ചത്, ആ ക്രൗഡിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു, അവരാരുടെ നേതൃത്വത്തിലാണ് ഒരു മാർച്ച് സംഘടിപ്പിച്ചത്. ഓക്കെ, ആ കാര്യങ്ങളെല്ലാം കൂടി ചേർത്ത് എഴുതുമ്പോൾ നമുക്ക് ബ്ലഡി സൺഡേയുടെ ആൻസർ കംപ്ലീറ്റ് ആകും. ഓക്കെ, മസാക്കർ എന്നുള്ള വാക്കിൻ്റെ മീനിങ് എന്താണ്? കൂട്ടക്കുരുതി, കൂട്ടക്കൊല. ഇന്ത്യയിൽ നടന്ന ഒരു മസാക്കർ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് ജാലിയൻ വാലാബാഗ്, അല്ലേ, ജാലിയൻ വാലാബാഗ് മസാക്കർ. ഓക്കെ, അപ്പോൾ ബ്ലഡി സൺഡേയുടെ ഒരു പിക്ചറാണ് നിങ്ങൾ കാണുക. 100 കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു. അപ്പോൾ ആ ക്രൗഡ് അതിനെ ഓർത്ത് വിലപിക്കുന്ന ആളുകളെയൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാം. ഓക്കെ, ബ്ലഡി സൺഡേ 1905. അപ്പോൾ 19th സെഞ്ച്വറിയിൽ നടന്ന റെവല്യൂഷനാണ് റഷ്യൻ റെവല്യൂഷൻ. അതിൻ്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയാവുന്ന ആ റെവല്യൂഷനിലേക്ക് ആളുകൾ പോകുന്നത് ബ്ലഡി സൺഡേയോടുകൂടിയാണ്. ഓക്കെ, റഷ്യയിൽ നടന്ന ഈ 1905 ജാനുവരി 22. ഹൂ വേർ ദ 2 ക്ലാസസ് ഓഫ് പീപ്പിൾ ഇൻ റഷ്യൻ സൊസൈറ്റി? റഷ്യൻ സൊസൈറ്റി 2 ക്ലാസ് ആൾക്കാരുണ്ടായിരുന്നു. അവിടെയൊക്കെ കാസ്റ്റ് അല്ല, ഇന്ത്യയിൽ കാസ്റ്റ് എന്ന് പോലെ റഷ്യയിലൊക്കെ ഉള്ളത് ക്ലാസസ്, 2 ക്ലാസസ് ഓഫ് പീപ്പിൾ. ഫസ്റ്റ് വൺ കോമൺ പീപ്പിൾ and second one wealthy class. Common people include workers and peasants, but this wealthy class, they were nobles and capitalists. അപ്പോൾ വലിയ വ്യവസായികളും ജന്മനാലെ തന്നെ വലിയ ഭൂവുടമകളായിട്ട് ജന്മിമാരായിട്ട് ജനിക്കുന്നവരാണ് നോബിൾസ്. ജന്മനാലെ അവർ ജന്മിമാരാണ്, വലിയ വെൽത്തി പീപ്പിൾ ആയിരിക്കും. അതുപോലെ തന്നെ ക്യാപിറ്റലിസ്റ്റുകൾ, അവർ ഇൻഡസ്ട്രികളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഫാക്ടറികളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് പ്രോഫിറ്റ് സമാഹരിച്ച് വലിയ വെൽത്തി ക്ലാസ്സായി മാറുന്നവരാണ്. അപ്പം നോബിൾസ് ആൻഡ് ക്യാപിറ്റലിസ്റ്റ് വേർ ദ ഗ്രൂപ്പ് ഇൻ വെൽത്തി ക്ലാസ് ആൻഡ് കോമൺ പീപ്പിൾ ഇൻക്ലൂഡ് വർക്കേഴ്സ് ആൻഡ് പെസൻസ്. ദീസ് വേർ ദ 2 ക്ലാസസ് ഓഫ് പീപ്പിൾ ഇൻ റഷ്യൻ സൊസൈറ്റി, ബട്ട് there were so many inequality between these common people and wealthy class. Okay, the main problems faced by the workers. What were the main problems faced by the workers of Russia? Workers, അത് റഷ്യയിൽ മാത്രമല്ല കുട്ടികളെ, എല്ലാ രാജ്യങ്ങളിലെയും വർക്കേഴ്സ് ഫേസ് ചെയ്യുന്ന അവരുടെ പ്രോബ്ലം എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഓൾ ഒരേ പ്രോബ്ലം ആയിരിക്കും. അപ്പോൾ റഷ്യയിലെ വർക്കേഴ്സിനും അതേ പ്രോബ്ലം ആയിരുന്നു. എന്തൊക്കെയാണ്? ലോ വേജസ്, പുവർ ലിവിങ് കണ്ടീഷൻ,
ലോങ് വർക്കിംഗ് അവേഴ്സ്, ദ ഡോമിനൻസ് ഓഫ് ഫോറിൻ ക്യാപിറ്റലിസ്റ്റ് ഇൻഡസ്ട്രീസ്. റഷ്യയിലെ ഈ വർക്കേഴ്സിനെ ഫോറിൻ ക്യാപിറ്റലിസ്റ്റുകളുടെ എക്സ്പ്ലോയിറ്റേഷനും അനുഭവിക്കേണ്ടി വന്നു. ഓക്കെ, സ്വന്തം രാജ്യത്തെ ക്യാപിറ്റലിസ്റ്റുകളല്ല, മറ്റ് രാജ്യങ്ങളിൽ നിന്ന് റഷ്യയിലേക്ക് വന്ന് അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന അങ്ങനെയുള്ള ക്യാപിറ്റലിസ്റ്റുകളുടെയും ഡോമിനൻസ് അവിടെ ഉണ്ടായിരുന്നു. ഇതെല്ലാം അവർക്ക് അനുഭവിക്കേണ്ടി വന്നു. ലോങ് വർക്കിംഗ് അവേഴ്സ്, അതായത് 24 അവേഴ്സിൽ 18, 19, 20 അവേഴ്സ് വരെ വർക്ക് ചെയ്യേണ്ടി വന്ന വർക്കേഴ്സ് ആയിരുന്നു റഷ്യയിൽ ഉണ്ടായിരുന്നത്. ഒരു റെവല്യൂഷൻ എങ്ങനെ ഉണ്ടാകാതിരിക്കും അല്ലേ? റെവല്യൂഷനിലേക്ക് അവരെ കൊണ്ടുപോയത് ഈ ഒരു പുവർ കണ്ടീഷനാണ്. ഓക്കെ, ഈ ഒരു മിസറബിൾ കണ്ടീഷനാണ്. അവിടുത്തെ പെസൻസിൻ്റെ കണ്ടീഷൻ കൂടി നമുക്കൊന്ന് പഠിക്കാം. ദ കണ്ടീഷൻസ് ഓഫ് ദി പെസൻസ് ഇൻ റഷ്യ. ഒരു പെസൻസ് വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു പിക്ചറൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ? എന്തൊക്കെയായിരുന്നു പെസൻസിൻ്റെ കണ്ടീഷൻ? their miserable condition. It was also miserable condition. The peasants were socially and economically oppressed. അവരെ അടിച്ചമർത്തിയിരുന്നു. The peasants, they were socially and economically oppressed. Most of the agriculture land was owned by nobles. ടീച്ചർ നിങ്ങളോട് പറഞ്ഞത് ഓർക്കുക. നോബിൾസ് എന്ന് പറഞ്ഞാൽ ജന്മനാലെ അഗ്രികൾച്ചറൽ ലാൻഡിൻ്റെയൊക്കെ ഓണേഴ്സായിട്ട് ജനിച്ച് വീഴുന്നവരാണ്. അവർ ബൈ ബർത്ത് തന്നെ വലിയ ഓണേഴ്സ് ഓഫ് ലാൻഡിൻ്റെ ആളുകളാണ്. ഇങ്ങനെയുള്ള നോബിൾസ് അവരുടേതായിരുന്നു അഗ്രികൾച്ചറൽ ലാൻഡ്. ദ പെസൻസ്, ദേ വെർ ലാൻഡ്ലെസ് ലേബറേഴ്സ്. They own no land, nothing. They were only tenants. അവർ വെറും കുടികിടപ്പുകാരായിരുന്നു. They were tenants, not the owners of land. Nobles, they were the owners of land. Only a small section of the peasants had their own land. വളരെ ചെറിയ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു സ്വന്തം ലാൻഡ് കേട്ടോ. എല്ലാവരെയും നമുക്ക് പറയാൻ പറ്റുകയില്ല. ഓൾമോസ്റ്റ് ഓൾ പെസൻസ്, they were landless workers, but only a few of them owned their own land. Okay. The taxes that the peasants had to pay were extremely high. The Tsar or the rulers of Russia, they imposed huge tax for this peasants. Huge tax. Peasants had to pay huge tax. This was the condition of peasants. So the condition of workers and the condition of peasants, both are very miserable condition. Okay. Then the major political parties in Russia. ഇപ്പോൾ റഷ്യയിൽ റെവല്യൂഷൻ വരുന്നത് ഈ പൊളിറ്റിക്കൽ പാർട്ടീസ് ഉള്ളത് കൊണ്ടാണ്. കാരണം ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ് ജനങ്ങൾക്ക് അവയർനെസ് കൊടുക്കുക, പൊളിറ്റിക്കൽ പാർട്ടിയാണ് ജനങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു എഡ്യൂക്കേഷൻ കൊടുക്കുക. അപ്പോൾ ഒരു പൊളിറ്റിക്കൽ പാർട്ടി അവിടെ ഫോം ചെയ്തു. ആ പാർട്ടിയുടെ പേര് വളരെ പ്രധാനപ്പെട്ടതാണ്. റഷ്യൻ റെവല്യൂഷൻ്റെ ചുക്കാൻ പിടിച്ച പാർട്ടിയാണിത്. സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി. That was the name of political party formed in Russia. Social Democratic Workers Party. Then this party, it split into two groups, Bolsheviks and Mensheviks. ഈ രണ്ട് വേർഡും റഷ്യൻ വേർഡുമായിട്ട് കണക്റ്റഡ് ആണ്. ബോൾഷെവിക്സ് ആൻഡ് മെൻഷെവിക്സ്. ദ സോഷ്യൽ ഡെമോക്രാറ്റിക് വർക്കേഴ്സ് പാർട്ടി, ദാറ്റ് പൊളിറ്റിക്കൽ പാർട്ടി ഇൻ റഷ്യ, ഇറ്റ് സ്പ്ലിറ്റഡ് ഇൻ ടു ടു ഗ്രൂപ്പ്. An extremist group, that means എക്സ്ട്രീം ഐഡിയ ഉള്ള കുറച്ച് ആയുധമൊക്കെ ഉപയോഗിച്ച് റെവല്യൂഷൻ നടത്തി നമുക്ക് നമ്മുടെ മിസറബിൾ കണ്ടീഷനെ നമുക്ക് ഓവർകം ചെയ്യണമെന്നൊക്കെ വിചാരിക്കുന്ന ആളുകൾ, ആയുധം എടുക്കണം അങ്ങനെ വിചാരിക്കുന്ന ആളുകളുടെ ഒരു ഗ്രൂപ്പായിരുന്നു ബോൾഷെവിക്സ്. അവരുടെ ലീഡറായിരുന്നു ലെനിൻ, വ്ളാഡിമിർ ലെനിൻ, ബോൾഷെവിക്സുകളുടെ. ദെൻ മെൻഷെവിക്സ്, അവർ മോഡറേറ്റുകളായിരുന്നു. മെൻഷെവിക്സ്, ദേ വെർ മോഡറേറ്റ്സ്. വാട്ട്സ് ദ മീനിങ് ഓഫ് മോഡറേറ്റ്? മോഡറേറ്റ് മീൻസ് അവർ വളരെ മിതമായിട്ട് ചിന്തിക്കുന്നവരെ, ആയുധമൊന്നും എടുത്തുള്ള പോരാട്ടമല്ല, പെറ്റീഷൻസൊക്കെ കൊടുക്കുക, അജിറ്റേഷൻസൊക്കെ നടത്തുക, വളരെ എന്താണ് നമ്മുടെ ഗാന്ധിജിയുടെയൊക്കെ രീതിയിൽ അഹിംസ അതുമായിട്ടൊക്കെ കണക്റ്റഡ് ആയിട്ട് ചിന്തിക്കുന്ന ആളുകളുടെ ഒരു ഗ്രൂപ്പായിരുന്നു മെൻഷെവിക്സ്. ഓക്കെ. അലക്സാണ്ടർ കെരൻസ്കി വാസ് ദ ലീഡർ ഓഫ് മെൻഷെവിക്സ് ആൻഡ് വ്ളാഡിമിർ ലെനിൻ, he was the leader of Bolsheviks. So this Social Democratic Workers Party, it is split into two groups, Bolsheviks and Mensheviks. Bolsheviks were extreme ideology and Menshevik, they had a moderate ideology. Okay. അതിൻ്റെ ഒരു ചാർട്ടാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. നമ്മുടെ ടെക്സ്റ്റിലെ ചാർട്ട് തന്നെയാണ്. സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി, വർക്കേഴ്സ് പാർട്ടി,
two groups, Bolsheviks and Mensheviks. The role of writers and philosophers in creating favorable environment for the Russian Revolution. റഷ്യൻ റവല്യൂഷന് ഫേവറബിൾ ആയിട്ടുള്ള എൻവയോൺമെൻറ്റ് സൃഷ്ടിച്ച ആ റൈറ്റേഴ്സ്, ആ ഫിലോസഫേഴ്സ് ആരാണ് നമുക്കൊന്ന് പഠിക്കണം. ദ റൈറ്റിംഗ്സ് ഓഫ് ലിയോ ടോൾസ്റ്റോയ്, ടെർനെവ് ആൻഡ് മാക്സിം ഗോർക്കി portrayed the plight of the common people in a touching way. So the writings of Leo Tolstoy, Maxim Gorky and Turgenev, all these great writers, they portrayed, അവർ പോർട്രേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ, അവരുടെ ഈ റൈറ്റിങ്സ്, അവരുടെ ബുക്സൊക്കെ വായിക്കുമ്പോൾ റഷ്യയിലെ കോമൺ പീപ്പിൾ സഫർ ചെയ്യുന്ന ആ സഫറിങ്സ് അതൊരു ചിത്രത്തിൽ എന്നതുപോലെ അവർ വരച്ചു വെച്ചിരിക്കുക. പോർട്രേഡ്, അവർ വാക്കുകൾ കൊണ്ട് ചിത്രം വരച്ചു അല്ലേ. ആളുകളുടെ മനസ്സിലേക്ക് വലിയ ഫീലിങ്സ് ഉണ്ടായി. ദ പ്ലൈറ്റ് ഓഫ് ദ കോമൺ പീപ്പിൾ, ദ മിസറബിൾ കണ്ടീഷൻസ് ഓഫ് ദ കോമൺ പീപ്പിൾ ഇൻ എ ടച്ചിങ് വേ. സോ ദിസ് ബുക്സ്, ഇറ്റ് ഇൻഫ്ലുവൻസ് ദ കോമൺ പീപ്പിൾ. It leads to a revolution. But it was the Communist Manifesto, which contained the communist theories of Karl Marx and Friedrich Engels, that sparked the revolution and provided necessary guidelines for it. So the revolution ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തത് ലിയോ ടോൾസ്റ്റോയോ മാക്സിം ഗോർക്കിയുടെ റൈറ്റിങ്സ് ഒന്നുമല്ല, പിന്നെന്താണ്, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ. അണ്ടർലൈൻ ചെയ്ത് പഠിച്ചോളുക. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ, ദ ബുക്ക് റിട്ടൺ ബൈ കാൾ മാർക്സ് ആൻഡ് ഫ്രെഡറിക് എംഗൽസ്, ടു ഫിലോസഫേഴ്സ്, കമ്മ്യൂണിസ്റ്റ് ഫിലോസഫേഴ്സ്, സോഷ്യലിസ്റ്റ് ഫിലോസഫേഴ്സ്, കാൾ മാർക്സ് ആൻഡ് ഫ്രെഡറിക് എംഗൽസ്. അവർ രണ്ടുപേരോട് ചേർന്നാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന് പറയുന്ന ആ ഒരു ബുക്ക് എഴുതിയത്. നമുക്കറിയാം, ലോകത്തെമ്പാടുമുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ അവരുടെ ബൈബിൾ എന്ന് വേണേൽ പറയാവുന്ന ബുക്കാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ. ആ ബുക്കാണ് റെവല്യൂഷന് സ്പാർക്ക് കൊടുത്തതും അതിൻ്റെ ഗൈഡ് ലൈൻ തയ്യാറാക്കിയതും. അതിനുവേണ്ടി ഒരു ഗൈഡ് ലൈൻ തന്നെ അവർ തയ്യാറാക്കി. ഓക്കെ, കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ മറന്നു പോകരുത്. ആരാണത് എഴുതിയത്? കാൾ മാർക്സ് ആൻഡ് ഫ്രെഡറിക് എംഗൽസ്. ഓൾ ദീസ് ബുക്സ് ഇൻഫ്ലുവൻസ് റഷ്യൻ റെവല്യൂഷൻ. ഓൾ ദീസ് റൈറ്റേഴ്സ് ആൻഡ് ഫിലോസഫേഴ്സ് ഇൻഫ്ലുവൻസ് റഷ്യൻ റെവല്യൂഷൻ. ഓക്കെ, നമുക്ക് മാർക്സിസ്റ്റ് ഐഡിയോളജി, നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ പോലും ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അവർ വിശ്വസിക്കുന്ന ഒന്നാണ് മാർക്സിസ്റ്റ് ഐഡിയോളജി. നമ്മുടെ ഇപ്പോഴത്തെ കേരളത്തിലെ ഭരിക്കുന്ന റൂളിംഗ് പാർട്ടി തന്നെ CPIM എന്നാണ് അറിയപ്പെടുക, മാർക്സിസ്റ്റ് അല്ലേ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് എന്നാണ് അവരുടെ പേര് തന്നെ. അപ്പോൾ മാർക്സിസ്റ്റ് ഐഡിയോളജി ലോകത്തെമ്പാടും ഈ ഐഡിയോളജിക്ക് ഫോളോവേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ എന്താണ് അവരുടെ ഐഡിയോളജി? അക്കോർഡിംഗ് ടു മാർക്സിസ്റ്റ് ഐഡിയോളജി, ഓൾ പൊളിറ്റിക്കൽ, സോഷ്യൽ ആൻഡ് ഇൻ്റലക്ച്വൽ ആക്ടിവിറ്റീസ് in human life are determined by the mode of production in society. ഈ ഐഡിയോളജി അനുസരിച്ച് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന പൊളിറ്റിക്കൽ, സോഷ്യൽ, ഇൻ്റലക്ച്വൽ ആക്ടിവിറ്റീസ് അതെല്ലാം തീരുമാനിക്കപ്പെടുന്നത് പ്രൊഡക്ഷനാണ്, മോഡ് ഓഫ് പ്രൊഡക്ഷൻ. ആരാണ് പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യുന്നത്? അതാണ് മാർക്സിസ്റ്റ് ഐഡിയോളജി അനുസരിച്ച് പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യുന്നത്. ക്യാപിറ്റലിസ്റ്റ് ആണെങ്കിൽ അത് ക്യാപിറ്റലിസ്റ്റ് രീതിയാണ്. പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യുന്നത് വർക്കേഴ്സ് ആയിരിക്കണം എന്ന ഐഡിയോളജിയാണ് മാർക്സിസ്റ്റ് ഐഡിയോളജി. വർക്കേഴ്സ് പ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്യുന്ന അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് വർക്കേഴ്സിൻ്റെ പ്രോബ്ലംസ് മുഴുവൻ സോൾവ് ആകുന്നത്. വർക്കേഴ്സ് പ്രോഫിറ്റിന് അർഹരായിത്തീരുന്ന ഒരു ഐഡിയോളജി, ആ ഒരു അവസ്ഥയ്ക്കാണ് പറയുക മാർക്സിസ്റ്റ് ഐഡിയോളജി എന്ന് പറയുന്നത്. വർക്കേഴ്സ് അല്ലേ, വർക്കേഴ്സിന് പ്രോഫിറ്റിൻ്റെ ഷെയർ കിട്ടണം. അതാണ് മാർക്സിസ്റ്റ് ഐഡിയോളജിയുടെ കീ തിയറി എന്ന് പറയുന്നത്. വർക്കേഴ്സ് അവരായിരിക്കണം പ്രൊഡക്ഷൻ്റെ കൺട്രോളിങ്. അവർക്കും പ്രോഫിറ്റിന് അവർക്ക് വേജ് മാത്രം കൊടുത്താൽ പോരാ, എന്തുകൂടി കൊടുക്കണം? ഈ പ്രോഫിറ്റിൻ്റെ ഒരു ഷെയർ കൂടി കൊടുക്കണം. അതാണ് മാർക്സിസ്റ്റ് ഐഡിയോളജി. ഓക്കെ, പ്രൊഡക്ഷനിൽ അവർക്കൂടി ഒരു പാർട്ടിസിപ്പേഷൻ ഉണ്ടാകണം. അപ്പോൾ വർക്കേഴ്സിൻ്റെ പ്രോബ്ലംസ് എല്ലാം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ മാർക്സിസ്റ്റ് ഐഡിയോളജിയും അതുപോലെ തന്നെ ലിയോ ടോൾസ്റ്റോയും മാക്സിം ഗോർക്കി പോലെയുള്ള റൈറ്റേഴ്സും റഷ്യൻ റെവല്യൂഷണറി റീസൺസ് ആണ്. ഓക്കെ, അവരുടെ ഇൻഫ്ലുവൻസ്. ഓക്കെ, താങ്ക് യു ചിൽഡ്രൻ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ റഷ്യൻ റെവല്യൂഷൻ്റെ ആക്ച്വലി എന്താണ് അവിടെ സംഭവിച്ചത്, ലെനിൻ
വ്ളാഡിമിർ ലെനിൻ അവരുടെ ലീഡർ കൊണ്ടുവന്ന റീഫോംസ് എന്തൊക്കെയായിരുന്നു? റഷ്യ എങ്ങനെയാണ് ഒരു ടോപ്പ് രാജ്യമായി മാറിയത്? അതിന് അവർ എന്തെല്ലാമാണ് ചെയ്തത്? എങ്ങനെ അമേരിക്കയുടെ ഒപ്പം നിൽക്കുന്ന, അമേരിക്കയുടെ ഈക്വലായിട്ട് നിൽക്കുന്ന ഒരു ഇക്കണോമിക് പവറായി, പൊളിറ്റിക്കൽ പവറായി, സോഷ്യൽ പവറായി ലോകത്തിൻ്റെ നെറുകയിലേക്ക് USSR എന്ന് പറയുന്ന റഷ്യ എത്തിച്ചേർന്നത് എങ്ങനെയാണ്? നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ അത് പഠിക്കാം. താങ്ക് യു ചിൽഡ്രൻ, താങ്ക് യു സോ മച്ച്.